അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹനിധികളായ എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ബഹുമാനത്തെക്കുറിച്ചാണ്. ബഹുമാനത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിച്ചുകൊള്ളാം. നാഥൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിനെയും നമ്മെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ബഹുമാനിക്കണമെന്നല്ല. അതുപോലെ തന്നെ നാം നമ്മളുടെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ഇളയവരെയും നമ്മളുടെ മുതിർന്നവരെ എല്ലാവരെയും നാം ബഹുമാനിക്കണമെന്ന് നാം പഠിക്കുന്നു. അള്ളാഹുവിനോടുള്ള ബഹുമാനം, ആരാധന, അനുസരണം, നന്ദി എന്നിവയിലൂടെയാണ് നാം പ്രകടമാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബഹുമാനമോ പ്രവാചകൻ്റെ പഠിപ്പിക്കലുകൾ പിന്തുടരുന്നതിലൂടെയും അദ്ദേഹത്തിൻ്റെ മാതൃക അനുകരിക്കുന്നതിലൂടെയുമാണ്, അദ്ദേഹത്തിൻ്റെ പൈതൃകത്തെ ആദരിക്കുന്നതിലൂടെയുമാണ് നാം മുസ്ലിങ്ങൾ അദ്ദേഹത്തോടുള്ള ബഹുമാനം കാണിക്കുന്നത്. മാതാപിതാക്കളോടുള്ള ബഹുമാനമോ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക, അവരുടെ ത്യാഗങ്ങളും അധികാരവും അംഗീകരിക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത്. മുതിർന്നവരോടുള്ള ബഹുമാനം, പ്രായമായ വ്യക്തികൾക്ക് അവരുടെ ജ്ഞാനം, അനുഭവ പരിചയം, സീനിയോറിറ്റി എന്നിവ കാരണം നാം മുതിർന്നവരെ ബഹുമാനിക്കുന്നു. അറിവിനോടും പണ്ഡിതന്മാരോടുമുള്ള ബഹുമാനം, നാം എല്ലാവരെയും ബഹുമാനിക്കണം. ഇസ്ലാം അറിവ് തേടാൻ പ്രോത്സാഹിപ്പിക്കുകയും അത് കൈവശമുള്ളവരെ, പ്രത്യേകിച്ച് പണ്ഡിതന്മാരെയും അധ്യാപകരെയും ബഹുമാനിക്കണമെന്നും പറയുന്നു. മനുഷ്യജീവനോടുള്ള അന്തസ്സിനോടുമുള്ള ബഹുമാനം, ഇസ്ലാം മനുഷ്യജീവിതത്തിൻ്റെ വിശുദ്ധിയെ പഠിപ്പിക്കുന്നു. മറ്റുള്ളവർക്കെതിരായ ഉപദ്രവമോ അക്രമമോ നിരോധിക്കുക, മാന്യതയും അനുകമ്പയും പ്രോത്സാഹിപ്പിക്കുക. സ്ത്രീകളോടുള്ള ബഹുമാനം, സ്ത്രീകളെ ബഹുമാനിക്കുകയും അവരുടെ അവകാശങ്ങൾ അംഗീകരിക്കുക, ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുകയും എന്നിവയുടെ പ്രാധാന്യം ഇസ്ലാം ഊന്നിപ്പറയുന്നു. അയൽക്കാരോടുള്ള ബഹുമാനം, അയൽക്കാരോടും സമൂഹത്തോടുമുള്ള ബഹുമാനം, നല്ല അയൽക്കാരനാകാനും സമുദായങ്ങളെ ബഹുമാനിക്കാനും നന്മക്കായി പ്രവർത്തിക്കാനും മുസ്ലിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും ഉന്നതമായ കാര്യം. പരിസ്ഥിതിയുള്ള ആദരവ്, പരിസ്ഥിതിയുള്ള ബഹുമാനം, പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള മനുഷ്യരാശിയുടെ ഉത്തരവാദിത്തം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇസ്ലാം പ്രകൃതി ലോകത്തിൻ്റെ കാര്യസ്ഥതയും കരുതലും പ്രോത്സാഹിപ്പിക്കുന്നു. സംസാരത്തിലും പെരുമാറ്റത്തിലുള്ള ബഹുമാനം, അത് ഇസ്ലാം നമ്മെ ഉന്നതമായി പഠിക്കുകയും ചെയ്യുന്നുണ്ട്. മുസ്ലിങ്ങൾ മാന്യമായി സംഭാഷണങ്ങളിൽ ഏർപ്പെടാനും ഗോസിപ്പുകളിലോ അപവാദമോ ഒഴിവാക്കാനും നല്ല പെരുമാറ്റവും സ്വഭാവവും പ്രകടിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ബഹുമാനം മനുഷ്യരാശിയുടെ ആരോഗ്യകരമായ ബന്ധങ്ങളുടെ അടിത്തറ, വിശ്വാസം കെട്ടിപ്പടുക്കുന്നു, നല്ല അന്തരീക്ഷം വളർത്തുന്നു. മറ്റുള്ളവരുടെ വികാരങ്ങൾ, ചിന്തകൾ, അതിരുകൾ എന്നിവയെ വില മതിക്കുന്നതും പരിഗണിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. ബഹുമാനം രണ്ട് വഴിയുള്ള തെരുവാണ്. ബഹുമാനം നൽകുന്നതിനും സ്വീകരിക്കുന്നതിനും ഇത് അത്യന്താപേക്ഷിതമാണ്. സജീവമായ ശ്രവിക്കൽ, സഹാനുഭൂതി, മനസ്സിലാക്കൽ എന്നിവ ബഹുമാനത്തിൻ്റെ നിർണായക ഘട്ടങ്ങളാണ്. ബഹുമാനം എല്ലാ വ്യക്തികളുടെയും മൂല്യവും അന്തസ്സും തിരിച്ചറിയുന്നു. ഉൾക്കൊള്ളൽ, വൈവിധ്യ, സമത്വം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ വ്യത്യാസങ്ങൾ, അഭിപ്രായങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവ നിങ്ങളുടേതിന് വിരുദ്ധമാണെങ്കിൽ ബഹുമാനിക്കേണ്ടത് അത്യാവശ്യമാണ്. ബഹുമാനം എന്നത് നിങ്ങളുടെ വാക്കുകളെയും പ്രവർത്തികളെയും കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുക, മറ്റുള്ളവർക്ക് ഉപദ്രവമോ ഒഴിവാക്കുക. നിങ്ങൾ ആരെയെങ്കിലും തെറ്റ് ചെയ്താൽ മാപ്പ് പറയുകയും തിരുത്തുകയും ചെയ്യുന്നത് അവരുടെ വികാരങ്ങളുള്ള ക്ഷമതയോടും ഉള്ള ആദരവ് കാണിക്കുന്നു. ആത്മാഭിമാനവും പ്രധാനമാണ്. നിങ്ങളുടെ സ്വന്തം മൂല്യത്തെ വിലമതിക്കുക, അതിരുകൾ നിശ്ചയിക്കുക, നിങ്ങളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുക എന്നിവ
അർത്ഥമാക്കുന്നു. എല്ലാ ഇടപെടലുകളിലും എല്ലാ ദിവസവും ആദരവ് പരിശീലിക്കുന്ന ദയ, സഹാനുഭൂതി, മനസ്സിലാക്കാൻ എന്നിവയുടെ ഒരു സംസ്കാരം സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. എന്നീ കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ നമുക്ക് ബഹുമാനത്തിൻ്റെ ആ ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ ഒരു അടിത്തറയത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം നാം എത്രത്തോളം മറ്റുള്ളവരെ ബഹുമാനിക്കുന്നുവോ നമുക്ക് അത്രത്തോളം ആദരവും ബഹുമാനവും നമുക്ക് എങ്ങോട്ടും ലഭിക്കുന്നു എന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഹിർ ദഹ്വാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.